ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ ദേശീയ പ്രസ്ഥാനവും കേരളവും എന്ന ചാപ്റ്ററാണ്. ഇത് 8ാമത്തെ ചാപ്റ്ററാണ്. ഇതിൽ ഒരുപാടുണ്ട് പഠിക്കാൻ. അപ്പോൾ അത് നമുക്ക് നോക്കാം. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം. 1741 കുളച്ചിലിൽ വെച്ച് തിരുവിതാംകൂർ സേന ഡച്ചുകാരെ പരാജയപ്പെടുത്തി. ആദ്യകാലത്ത് മൈസൂർ ഭരണാധികാരികൾക്കെതിരെ മലബാറിൽ പഴശ്ശിരാജ ബ്രിട്ടീഷുകാരെ സഹായിച്ചിരുന്നു. ഇതിന് പകരമായി കോട്ടയം പ്രദേശത്തെ നികുതി പിരിക്കാനുള്ള അധികാരം പഴശ്ശിരാജയ്ക്ക് നൽകാമെന്ന് വ്യവസ്ഥയുണ്ടായി. എന്നാൽ ശ്രീരംഗപട്ടണം ഉടമ്പടി പ്രകാരം മലബാർ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അധീനതയിലായതോടെ സ്ഥിതി മാറി. കോട്ടയത്തെ നികുതി പിരിക്കാനുള്ള അധികാരം ബ്രിട്ടീഷുകാർ അവരോട് വിധേയത്വം പുലർത്തിയിരുന്ന പഴശ്ശിരാജയുടെ അമ്മാവനായ കുറുമ്പ്രനാട് രാജാവ് വീരവർമ്മയെയാണ് ഏൽപ്പിച്ചത്. പഴശ്ശിക്ക് ശക്തമായ സൈനിക പിൻബലം നൽകിയവരാണ് കുറിച്യ നായകനായ തലക്കൽ ചന്തുനായർ, പടനയിച്ച എടച്ചന കുങ്കൻ, കണ്ണവത്ത് ശങ്കരൻ, പള്ളൂർ എമ്മൻ. മൂന്നാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിൽ മൈസൂർ പരാജയപ്പെട്ടതിനെ തുടർന്ന് 1792 മാർച്ച് 18 മൈസൂർ ഭരണാധികാരിയായ ടിപ്പു സുൽത്താനും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിൽ ഒപ്പുവെച്ച ഉടമ്പടിയാണ് ശ്രീരംഗപട്ടണം ഉടമ്പടി. ഈ ഉടമ്പടി പ്രകാരം ടിപ്പുവിൻ്റെ അധീനതയിലായിരുന്ന മലബാർ, കൂർഗ് എന്നീ പ്രദേശങ്ങൾ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചു. തലശ്ശേരിയിലെ സബ് കളക്ടറായി വന്ന തോമസ് ഹാർവേ ബാബർ പഴശ്ശിയുടെ ശക്തിയായിരുന്ന സേനാനായകരെ വധിച്ചും താവളങ്ങൾ കണ്ടെത്തിയും പഴശ്ശിയെ കൂടുതൽ പ്രതിരോധത്തിലാക്കി. 1805 നവംബർ 30 വയനാട്ടിലെ മാവിലാംതോട് എന്ന സ്ഥലത്ത് വെച്ച് കമ്പനി സൈന്യത്തോടുള്ള ഏറ്റുമുട്ടലിൽ അദ്ദേഹം വീരമൃത്യു വരിച്ചു. അപ്പോൾ 1805 നവംബർ 30 നമ്മുടെ ആര് മരിക്കുന്നത്? നമ്മുടെ പഴശ്ശിരാജ മരിക്കുന്നത്. ഓക്കെ. തിരുവിതാംകൂർ ഭരിച്ചിരുന്ന ബാലരാമവർമ്മ മഹാരാജാവിൻ്റെ ദളവ അഥവാ പ്രധാനമന്ത്രിയായിരുന്നു വേലുത്തമ്പി. 1805 ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തിരുവിതാംകൂർ രാജാവും തമ്മിൽ ഒപ്പിട്ട ഒരു കരാറിലൂടെ തിരുവിതാംകൂറിൻ്റെ രാഷ്ട്രീയ സ്വാതന്ത്ര്യം ഇല്ലാതാക്കുകയും ഭരണം ബ്രിട്ടീഷ് റെസിഡൻ്റായ മെക്കാളയുടെ നിയന്ത്രണത്തിലാവുകയും ചെയ്തു. ഇതോടൊപ്പം ദളവയായിരുന്ന വേലുത്തമ്പിയുടെ ഉത്തരവുകൾ മെക്കാളെ റദ്ദാക്കിയും കമ്പനിക്ക് നൽകുന്ന നികുതി കുടിശ്ശിക ഉടൻ അടച്ചു തീർക്കാൻ നിർബന്ധം പിടിച്ചതും വേലുത്തമ്പിയും ബ്രിട്ടീഷുകാരുമായുള്ള സംഘർഷത്തിന് ഇടയാക്കി. കൊച്ചിയിലെ പ്രധാനമന്ത്രിയായിരുന്ന പാലിയത്തച്ചനും മെക്കാളയിൽ നിന്ന് സമാനമായ അനുഭവം നേരിട്ടിരുന്നു. വേലുത്തമ്പി പാലിയത്തച്ചനുമായി രഹസ്യധാരണയിൽ ഏർപ്പെടുകയും തിരുവിതാംകൂറിൻ്റെയും കൊച്ചിയുടെയും സംയുക്ത സൈന്യം കൊച്ചിയിലെ മെക്കാളയുടെ ക്യാമ്പ് ആക്രമിക്കുകയും ചെയ്തു. 1809 ജനുവരി 11 തിരുവിതാംകൂറിലെ കുണ്ടറയിൽ വെച്ച് ഒരു വിളംബരത്തിലൂടെ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ സായുധ സമരത്തിന് ഒരുങ്ങാൻ വേലുത്തമ്പി ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. ഈ വിളംബരം കുണ്ടറ വിളംബരം എന്നാണ് അറിയപ്പെടുന്നത്. തിരുവിതാംകൂറിൻ്റെയും കമ്പനിയുടെയും സംയുക്ത സൈന്യം വേലുത്തമ്പി അഭയം തേടിയ മണ്ണടിയിലെ ഭവനം വളഞ്ഞപ്പോൾ വിദേശ ശക്തിക്ക് പിടികൊടുക്കാതെ അദ്ദേഹം മരണം വരിക്കുകയാണ് ചെയ്തത്. ബ്രിട്ടീഷ് പ്രസിഡന്റായ മെക്കാളെ കൊച്ചിയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുന്നത് പാലിയത്തച്ചൻ എതിർത്തു. അതോടൊപ്പം പാലിയത്തച്ചൻ്റെ ശത്രുവിനെ മെക്കാളെ അഭയം നൽകിയതും പ്രശ്നം രൂക്ഷമാക്കി. തുടർന്ന് തിരുവിതാംകൂറിലെ ദളവയായിരുന്ന വേലുത്തമ്പിയുമായി ചേർന്ന് പാലിയത്തച്ചൻ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ടം ആരംഭിച്ചു. ബ്രിട്ടീഷുകാരോട് ശക്തമായി ചെറുത്തെങ്കിലും ഒടുവിൽ അദ്ദേഹത്തെ ബ്രിട്ടീഷുകാർ മദുരാശിയിലേക്ക് നാടുകടത്തി. പാലിയത്തച്ചന്മാർ കൊച്ചി രാജ്യത്തിലെ മന്ത്രിമുഖ്യൻ അഥവാ പ്രധാനമന്ത്രി ആയിരുന്നു. വയനാട്ടിലെ ഗോത്രവിഭാഗങ്ങളാണ് കുറിച്യരും കുറുമ്പരും. 1812 കുറിച്യ കലാപം ആരംഭിച്ചത്. വയനാട്ടിലേക്കുള്ള പാതകളുടെ നിയന്ത്രണം കൈക്കലാക്കിയും പ്രാദേശിക സഹായങ്ങൾ നേടിയെടുത്തും ബ്രിട്ടീഷുകാർക്കെതിരെ ഗോത്രജനത പോരാടി.
രാമൻ നമ്പി അഥവാ രാമമൂപ്പൻ ആയിരുന്നു അവരുടെ നേതാവ്. മലബാറിൽ കലാപങ്ങൾക്ക് കാരണം നികുതി നയങ്ങളും ജന്മിമാരുടെ ചൂഷണവും കുടിയൊഴിപ്പിക്കലും ആണ് കലാപങ്ങൾക്ക് കാരണമായതെന്ന് മലബാർ ഡിസ്ട്രിക്ട് കളക്ടറായിരുന്ന വില്യം ലോഗൻ തൻ്റെ അന്വേഷണ റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി കുറച്ച് നവോത്ഥാന നായകന്മാരാണ്. ഒന്നാമത് വൈകുണ്ഠസ്വാമികൾ. കേരളത്തിലെ ആദ്യകാല സാമൂഹിക പരിഷ്കർത്താക്കളിൽ ഒരാളായിരുന്നു വൈകുണ്ഠസ്വാമികൾ. വിഗ്രഹാരാധനയുടെ യുക്തിരാഹിത്യം വെളിപ്പെടുത്തിക്കൊണ്ട് ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തി. അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനമാണ് സമത്വ സമാജം. അപ്പം സമത്വ സമാജം സ്ഥാപിച്ചതാരാണ്? വൈകുണ്ഠസ്വാമികളാണ്. ഇനി കുര്യാക്കോസ് ഏലിയാസ് ചവറ. സാമൂഹിക പരിഷ്കർത്താക്കളിൽ വിദ്യാഭ്യാസ പ്രവർത്തകനായിരുന്നു അദ്ദേഹം. അവശത അനുഭവിക്കുന്ന ജനവിഭാഗങ്ങൾക്കായി അനാഥാലയങ്ങളും വിദ്യാലയങ്ങളും സ്ഥാപിച്ചു. ഇനി ശ്രീനാരായണ ഗുരു. കേരളത്തിൽ സാമൂഹിക മാറ്റത്തിനു വേണ്ടി പ്രവർത്തിച്ച പരിഷ്കർത്താക്കളിലെ പ്രഥമ സ്ഥാനീയൻ. അന്ധവിശ്വാസങ്ങൾക്കും ജാതി വിവേചനങ്ങൾക്കും എതിരെ പോരാടി. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകാൻ ഉദ്ഘോഷിച്ചു. അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തുകയും ജാതിഭേദവും മതദ്വേഷവും ഇല്ലാതെ എല്ലാവരും സാഹോദര്യത്തോടെ കഴിയുന്ന മാതൃകാ സ്ഥാനമെന്ന് ഈ ക്ഷേത്രത്തെ വിശേഷിപ്പിക്കുകയും ചെയ്തു. സഹോദരൻ അയ്യപ്പൻ, മഹാകവി കുമാരനാശൻ, ഡോക്ടർ പി. പൽപ്പു, ടി. കെ. മാധവൻ തുടങ്ങിയ പരിഷ്കർത്താക്കളെ അദ്ദേഹത്തിൻ്റെ ദർശനങ്ങൾ സ്വാധീനിച്ചു. ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രസ്ഥാനമാണ് ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം. ഇനി ചട്ടമ്പി സ്വാമികൾ. ജാതിവ്യവസ്ഥയും യുക്തിരഹിതമായി ആചാരങ്ങളെയും എതിർത്തു. മലയാള ഭാഷയ്ക്കും സാഹിത്യത്തിനും വിലപ്പെട്ട സംഭാവനകൾ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ രചനകൾ. അയ്യങ്കാളി. അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ അവകാശങ്ങൾക്കും ആത്മാഭിമാനത്തിനും സഞ്ചാര സ്വാതന്ത്ര്യത്തിനും വിദ്യാഭ്യാസത്തിനും വേണ്ടി പോരാടി. വില്ലുവണ്ടി സമരം, കല്ലുമാല സമരം എന്നിവ അദ്ദേഹം നേതൃത്വം നൽകിയ പ്രധാനപ്പെട്ട സമരങ്ങളായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനമാണ് സാധുജന പരിപാലന സംഘം. അപ്പോൾ സാധുജന പരിപാലന സംഘം നമ്മുടെ ആരുടേതായിരുന്നു? അയ്യങ്കാളിയുടേതായിരുന്നു. എന്ത്? സാധുജന പരിപാലന സംഘം. ഇനി വക്കം അബ്ദുൽ ഖാദർ മൗലവി. മുസ്ലിം സമുദായത്തിൻ്റെ സാംസ്കാരിക നവോത്ഥാനത്തിനു വേണ്ടി പ്രവർത്തിച്ചു. രാജവാഴ്ചയുടെ പൊള്ളത്തരങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവരാൻ സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചു. അപ്പോൾ സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനമാണ് തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ. ഇനി മന്നത്ത് പത്മനാഭൻ. നായർ സമുദായത്തിൻ്റെ സാമൂഹിക മുന്നേറ്റത്തിനും വിദ്യാഭ്യാസ പുരോഗതിക്കും വേണ്ടി പ്രവർത്തിച്ചു. കേരളത്തിൽ പൗരാവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള സമരങ്ങൾ നയിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനമാണ് നായർ സർവീസ് സൊസൈറ്റി. പൊയ്കയിൽ യോഹന്നാൻ. ജാതീയത, അടിമത്തം തുടങ്ങിയ സാമൂഹിക തിന്മകൾക്കെതിരെ പോരാടി. അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനമാണ് പ്രത്യക്ഷരക്ഷാ ദൈവസഭ. അപ്പം പ്രത്യക്ഷരക്ഷാ ദൈവസഭ ആരുടേതാണ്? പൊയ്കയിൽ യോഹന്നാൻ്റേതാണ്. ഇത്രയുമുള്ളൂ ഇന്നത്തെ ക്ലാസ്. ഇതിൻ്റെ ബാക്കി അടുത്ത ക്ലാസ്സിൽ. ഓക്കെ, താങ്ക് യു.